മനമൊഴുകണം, ലോകമെങ്ങും ശാന്തി പകരണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. നടന്നു നീങ്ങണം, പറന്നുയരണം, സത്യം നമ്മെ സ്വതന്ത്രമാക്കണം. നടന്നു നീങ്ങണം, ഏറ്റെടുക്കണം നിറമണിഞ്ഞ ഈ കാലടിപ്പാടുകൾ. പറന്നുയരണം, വിജയിയാകണം, രക്തസാക്ഷിത്വം ഹൃദയവരിക്കണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. തിരുസഭ വീണ്ടും വളർന്നുയരണം. നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രക്തസാക്ഷികളുടെ ചുടുനിണമാണ് സഭയുടെ വിത്ത് എന്ന് സഭാപിതാക്കന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. രക്തസാക്ഷിത്വം ആദിമസഭയുടെ വിരോജ്വലമായ ഏടുകൾ സൃഷ്ടിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ആവേശത്തോടെ രക്തസാക്ഷിത്വത്തെ പുലുകിയ ആയിരക്കണക്കിന് വിശ്വാസികളുടെ നിര തന്നെ ആദിമസഭയിലുണ്ട്. എന്നാൽ ഈ കാലഘട്ടവും രക്തസാക്ഷിത്വത്തിൻ്റേത് തന്നെയാണ്. മെക്സിക്കോയിൽ വീരചരമം പ്രാപിച്ച ശുശ്രൂഷയുടെ ഇടയിൽ തന്നെ വെടിയേറ്റ് മരിച്ച പുരോഹിതർ, ഫ്രാൻസിൽ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ ഭീകരർ വെടിയേറ്റ് മരിച്ച പുരോഹിതർ, മധ്യ ഏഷ്യയിൽ കിരാതമായ രീതിയിൽ വധിക്കപ്പെട്ട ക്രിസ്ത്യാനികൾ, യുദ്ധത്തിൻ്റെ നിഴലിൽ കഴിയുന്ന ആയിരക്കണക്കിന് ക്രൈസ്തവർ, പലായനം ചെയ്യപ്പെടുകയോ കൊല്ലപ്പെടുകയോ ചെയ്തിട്ടുള്ള ക്രൈസ്തവ സമൂഹങ്ങൾ, 1,00,000-ലധികം ക്രിസ്ത്യാനികൾ കൊല്ലപ്പെട്ട അർമേനിയയുടെ ചരിത്രം, ഇതെല്ലാം ഈ കാലഘട്ടത്തിൽ ആദിമസഭ എന്നതുപോലെ രക്തസാക്ഷിത്വം സ്വീകരിക്കുവാൻ നമ്മെ പ്രത്യേകമായി ക്ഷണിക്കുകയാണ്. സഭ തൻ്റെ വിശ്വാസത്തിൻ്റെ പേരിൽ എല്ലാ കാലത്തും പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. ഈ രക്തസാക്ഷിത്വത്തെ നാം എങ്ങനെയാണ് നേരിടേണ്ടത്? രക്തസാക്ഷികൾ മരണത്തെ എങ്ങനെ സ്വീകരിച്ചു എന്നത് നാം പഠിക്കുമ്പോഴാണ് രക്തസാക്ഷിത്വത്തിൻ്റെ മാഹാത്മ്യം നാം തിരിച്ചറിയുക. കുരിശിൽ ബലിയർപ്പിച്ച യേശുവിൻ്റെ രക്തം, കുഞ്ഞാടിൻ്റെ രക്തത്തിൽ വിജയം വരിക്കുന്ന സഭ ആ കുഞ്ഞാടിൻ്റെ രക്തം തൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളിലൂടെ എന്നും ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് അഭിമാനത്തോടും സന്തോഷത്തോടും കൂടി സ്വീകരിക്കുവാൻ ഓരോ വിശ്വാസിയും കാത്തിരിക്കണം. അതിനുള്ള തീഷ്ണത, ദൈവസ്നേഹം നമ്മിൽ നിറഞ്ഞു നിൽക്കണം. അതാണ് രക്തസാക്ഷികളുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുക. രക്തസാക്ഷികളുടെ നിരയിലേക്ക് നമുക്ക് സുപരിചിതനായ, നമുക്ക് പരിചയമുള്ള, നാം ഏറെ സ്നേഹിക്കുന്ന വിശുദ്ധ ലോറൻസിനെയാണ് നാം ഇന്ന് പഠിക്കുക. ആദിമസഭയുടെ ചരിത്രത്തിൽ വളരെ പ്രത്യേകമായ സ്ഥാനം നൽകി ആദരിക്കപ്പെടുന്ന വിശുദ്ധനാണ് ഡീക്കനായിരുന്ന വിശുദ്ധ ലോറൻസ്. രക്തസാക്ഷികളായ വിശുദ്ധ ഔറേഞ്ചിയൂസ്, വിശുദ്ധ പേഷ്യൻസിയ എന്നിവരായിരുന്നു അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ. സ്പെയിനിൽ ജനിച്ച് യുവത്വത്തിൽ അധ്യാപകനായി ജോലി ചെയ്തിരുന്ന അദ്ദേഹം സഭയിൽ ശുശ്രൂഷ ചെയ്യുവാനുള്ള ആഗ്രഹവുമായി റോമിൽ എത്തിച്ചേരുകയായിരുന്നു. പിന്നീട് റോമിലെ ആർച്ച് ഡീക്കനായി അദ്ദേഹം ഉയർത്തപ്പെടുകയും 33-ാം വയസ്സിൽ രക്തസാക്ഷിത്വം വരിക്കുകയും ചെയ്തു. റോമിലെ 7 വലിയ ബസലിക്കകളിൽ
അഞ്ചാമത്തേത് വിശുദ്ധ ലോറൻസിന്റെ കബറിടത്തിന് മേൽ പണിയപ്പെട്ടതാണ്. ലോറൻസ് എന്ന പേര് നമ്മൾക്കെല്ലാവർക്കും പരിചിതമാണ്. എന്നാൽ വിശുദ്ധ ലോറൻസിനെ കുറിച്ചുള്ള അറിവുകൾ വളരെ കുറവുമാണ്. ആരായിരുന്നു വിശുദ്ധ ലോറൻസ്? വിശുദ്ധ ലോറൻസിനെ കുറിച്ച് നമുക്ക് കൂടുതലൊന്നും അറിഞ്ഞുകൂടായിരിക്കാം ഒരു പക്ഷേ സാധാരണ വിശ്വാസിക്ക്. എന്നാൽ വിശുദ്ധ ലോറൻസ് വളരെയധികം അറിയപ്പെടുന്ന വിശുദ്ധനാണ്. റോമിന് 3 പ്രധാനപ്പെട്ട വിശുദ്ധരാണുള്ളത്. 2 പേരെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമല്ലോ. ആരൊക്കെയാണ് 2 പേര്? റോമിലെ 2 വിശുദ്ധര്, പ്രധാനപ്പെട്ട 2 വിശുദ്ധര് റോമിൻ്റെ. ഒന്ന് വിശുദ്ധ പത്രോസ് ലീഹ, രണ്ടാമത് ആരായിരിക്കാം? വിശുദ്ധ പൗലോസ് ലീഹ. വിശുദ്ധ പത്രോസ് ലീഹ, പൗലോസ് ലീഹ റോമിൻ്റെ 2 പേട്രൻസ് ആണ്. മൂന്നാമതൊരു പേട്രൺ, അതാണ് വിശുദ്ധ ലോറൻസ്. അപ്പോൾ സഭ വിശുദ്ധ ലോറൻസിന്, വിശ്വാസ സമൂഹം ലോറൻസിന് എത്രയോ പ്രാധാന്യം നൽകുന്നുണ്ടെന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. വിശുദ്ധ ലോറൻസ് 2 കാരണത്താലാണ് പ്രത്യേകമായിട്ട് അറിയപ്പെടുക. അദ്ദേഹം ധീരതയോടുകൂടി രക്തസാക്ഷിത്വം വരിച്ചു. അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വത്തിൻ്റെ രീതി, അതിനെ സ്വീകരിച്ച രീതി, അത് വളരെയധികം സ്വാധീനമുള്ളതാണ്. രണ്ടാമതായത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പാവങ്ങളോടുള്ള സ്നേഹം. ഈ 2 പേരിലും വിശുദ്ധ ലോറൻസ് സഭ മുഴുവനും എല്ലാ കാലത്തും അറിയുകയാണ്. ഓഗസ്റ്റ് 10-ാം തീയതിയാണ് വിശുദ്ധൻ്റെ തിരുനാളായിട്ട് സഭ ആഘോഷിക്കുന്നത്. സ്പെയിനിലാണ് വിശുദ്ധൻ ജനിച്ചത്. സ്പെയിനിൽ നിന്ന് വിശുദ്ധൻ്റെ മാതാപിതാക്കളും രക്തസാക്ഷികൾ തന്നെയാണ്. സ്പെയിനിൽ നിന്ന് അദ്ദേഹം അവിടെ ജീവിച്ചിരുന്ന കാലത്ത് ഒരു അധ്യാപകനായിട്ടാണ് ശുശ്രൂഷ ചെയ്തിരുന്നത്. പക്ഷേ ഒരു ഉത്തമ വിശ്വാസിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു പ്രത്യേകമായിട്ടുള്ള വിളിയുണ്ടായിരുന്നു. എനിക്ക് ജോലിയൊക്കെ ഉണ്ട്, എനിക്ക് ശുശ്രൂഷയുണ്ട്, എന്നാൽ തീഷ്ണതയോടുകൂടി ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യണം. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. 225 AD 225 വിശുദ്ധ ലോറൻസ് ജനിച്ചത്. എന്നാൽ അവിടുന്ന് തുടർന്ന് മാതാപിതാക്കൾ നന്നായിട്ട് പഠിച്ച അധ്യാപകനായി, അധ്യാപക വൃത്തി, ആ ജോലി ഉപേക്ഷിച്ചിട്ട് ഈശോയ്ക്ക് വേണ്ടി തീഷ്ണതയോടെ ജോലി ചെയ്യുവാൻ വേണ്ടി റോമിലേക്ക് വരികയാണ്. റോമിൽ കൂടുതൽ സാധ്യതകളുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട്. പിതാവേ, വിശുദ്ധ ലോറൻസിൻ്റെ ആദ്യകാല ജീവിതം എങ്ങനെയുള്ളതായിരുന്നു? ആദ്യകാല ജീവിതത്തെക്കുറിച്ച് ഞാൻ ഇപ്പോൾ സൂചിപ്പിച്ചല്ലോ. അദ്ദേഹം ഒരു അധ്യാപക ശുശ്രൂഷ ചെയ്തുകൊണ്ട്, ജോലി ചെയ്തുകൊണ്ട് അദ്ദേഹം ജീവിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൽ ദേവാലയത്തിൽ ദിവ്യകാരുണ്യം, വിശുദ്ധ കുർബാനയോട് വളരെ ചെറുപ്പത്തിൽ തന്നെ വിശുദ്ധന് വളരെയധികം സ്നേഹമുണ്ടായി. എല്ലാ ദിവസവും കുട്ടിയായിരിക്കുമ്പോൾ തന്നെ എല്ലാ ദിവസവും ദിവ്യബലിയിൽ സംബന്ധിക്കും. ദിവ്യകാരുണ്യം, വിശുദ്ധ കുർബാനയായിരുന്നു അദ്ദേഹത്തിന് ശക്തി കൊടുത്തിരുന്നത്. ആ ചെറുപ്പത്തിൽ ആ ശക്തി, ആ സ്നേഹം, അദ്ദേഹത്തിൽ ഈശോയോടുള്ള സ്നേഹം ആ ദിവ്യകാരുണ്യത്തോട് ബന്ധപ്പെടുത്തി അദ്ദേഹം വളർത്തിയെടുത്തിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതാണ് അതായത് കുടുംബത്തിൽ മാതാപിതാക്കൾ രക്തസാക്ഷികളായി തീർന്നു. ആ മാതാപിതാക്കളുടെ തീഷ്ണത, ഈശോയോടുള്ള തീഷ്ണത ദിവ്യകാരുണ്യത്തോടു കൂടി ചേർന്ന്, അത് ബലിയോട് ചേർന്ന നല്ല മാതാപിതാക്കളുണ്ടോ, നല്ല കുഞ്ഞുങ്ങളും അതേ വിശ്വാസത്തിൽ വളരും. ആ തീഷ്ണതയായിരുന്നു വിശുദ്ധ ലോറൻസിൽ കാണുവാൻ സാധിക്കുന്നത്. അധ്യാപക വൃത്തി ഉള്ളപ്പോൾ പോലും ഈശോയെ കൂടുതൽ അതിൽ ആഴത്തിൽ സ്നേഹിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. ജീവിത വിശുദ്ധി കൊണ്ടും നിഷ്കളങ്കത കൊണ്ടും ആത്മാർത്ഥത കൊണ്ടും വലിയ ഉത്തരവാദിത്തങ്ങൾ ഭരമേൽപ്പിക്കപ്പെട്ട വ്യക്തിയായിരുന്നു വിശുദ്ധ ലോറൻസ്. സഭയുടെ പണം സത്യസന്ധമായി കൈകാര്യം ചെയ്യുന്നതിലും പാവപ്പെട്ടവരെയും അർഹതയുള്ളവരെയും സഹായിക്കുന്നതിലുമെല്ലാം അദ്ദേഹം വലിയ സൽപ്പേര് കരസ്ഥമാക്കി. ദിവ്യകാരുണ്യത്തെ അളവറ്റ് സ്നേഹിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ ജീവിത ലാളിത്യം ഏവരെയും ആകർഷിച്ചിരുന്നു. സഭാ ശുശ്രൂഷകർക്ക് ഒരു ഉത്തമ മാതൃകയാണ് വിശുദ്ധ ലോറൻസിന്റെ ജീവിതം. പിതാവേ, പാവങ്ങളുടെ മധ്യസ്ഥനായിട്ടാണല്ലോ വിശുദ്ധ ലോറൻസ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ശുശ്രൂഷാ ജീവിതം എപ്രകാരമായിരുന്നു? ആ വിശുദ്ധ ലോറൻസ് റോമിലേക്ക് എത്തി. അപ്പോൾ റോമിൽ സിക്സ്റ്റസ് 2-ാമൻ മാർപ്പാപ്പയായിരുന്നു സഭയ്ക്ക് നേതൃത്വം നൽകിയിരുന്നത്. വിശുദ്ധ ലോറൻസ് മാർപ്പാപ്പയുടെ അടുത്തെത്തി പറഞ്ഞു, എനിക്കിവിടെ ജോലി ചെയ്താൽ ശുശ്രൂഷ ചെയ്യാൻ താല്പര്യമുണ്ട്.
ഞാനിങ്ങനെ അധ്യാപകനാണ്, സ്പെയിനിൽ നിന്ന് വരുന്നു, പക്ഷേ എനിക്കിവിടെ ശുശ്രൂഷ ചെയ്യുവാൻ താല്പര്യമുണ്ട്, അതിനുള്ള അവസരം എനിക്ക് നൽകണം. ഒരു അൽമായൻ എന്ന നിലയിൽ ധാരാളം ജോലികൾ വത്തിക്കാനിലുണ്ടായിരുന്നു, അവിടെ റോമിലുണ്ടായിരുന്നു ശുശ്രൂഷ ചെയ്യുവാനായിട്ട്. അവിടെ അദ്ദേഹത്തോട് ചേർന്ന്, മാർപ്പാപ്പയോട് ചേർന്ന് കൊച്ചു കൊച്ചു ജോലികൾ നൽകി. വളരെ പെട്ടെന്ന് തന്നെ സിക്സ്റ്റസ് മാർപ്പാപ്പയുടെ ഹൃദയം കവർന്നെടുക്കുവാൻ വിശുദ്ധ ലോറൻസിന് സാധിച്ചു. ഒന്ന്, തൻ്റെ ജോലിയിലുള്ള സൂക്ഷ്മത, ദിവ്യകാരുണ്യത്തോടുള്ള ഭക്തി. ഇത് രണ്ടും വളരെ ഉത്സാഹിയായ ലോറൻസിനെ മാർപ്പാപ്പയ്ക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് മാർപ്പാപ്പ കൂടുതൽ ശുശ്രൂഷയ്ക്കായിട്ട്, കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി, ഏറെ പ്രത്യേകിച്ച് വിശുദ്ധ ലോറൻസിന് വളരെ ചെറുപ്പം മുതൽ സ്വന്തമാക്കിയ പാവങ്ങളോടുള്ള കരുണ, അത് ലോറൻസിൽ കാണുവാൻ സാധിച്ചു. അതുകൊണ്ട് ശുശ്രൂഷ ചെയ്യുന്നതിനായിട്ട് അദ്ദേഹത്തിന് ഡീക്കൻ പദവി നൽകി. അങ്ങനെ സഭയിൽ നേരത്തെ സൂചിപ്പിച്ചിരുന്നതുപോലെ 7 പ്രവിശ്യകളായിട്ട് റോമിനെ തിരിച്ചിരുന്നു. ആ പ്രവിശ്യകൾക്ക് നേതൃത്വം നൽകിയത് ഡീക്കന്മാരായിരുന്നു. അങ്ങനെ നമ്മളൊരു എപ്പിസോഡിൽ അതേക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. അങ്ങനെ ഡീക്കന്മാരായിരുന്നു ശുശ്രൂഷ ചെയ്തിരുന്നത്. അതിൽ 7 ഡീക്കന്മാരിൽ അതിലൊരു ഡീക്കനായിട്ട് ലോറൻസിനെ നിയമിച്ചു. വെറും ഡീക്കനായിട്ടല്ല, ഡീക്കന്മാരിൽ പ്രധാനിയായിട്ട്. അതുകൊണ്ട് അദ്ദേഹത്തിനെ ആർച്ച് ഡീക്കൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ആർച്ച് ഡീക്കനായിട്ട് ലോറൻസിനെ നിയമിച്ചു. അപ്പോൾ ലോറൻസ് ഈ ഡീക്കൻ്റെ ഉത്തരവാദിത്വം ആ പ്രവിശ്യയിലും ഡീക്കന്മാർക്കെല്ലാം നേതൃത്വം നൽകുക. അദ്ദേഹം പാവങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ശുശ്രൂഷ ചെയ്തു വളരെ ശ്രദ്ധയോടുകൂടി. അതോടൊപ്പം തന്നെ പ്രത്യേകമായിട്ട് ദിവ്യകാരുണ്യത്തോടുള്ള വലിയ സ്നേഹവും അദ്ദേഹത്തിൽ വിളങ്ങി നിന്നിരുന്നു. സിക്സ്റ്റസ് മാർപ്പാപ്പ ദിവ്യബലി അർപ്പിക്കുമ്പോൾ ആ അൾത്താരയുടെ കീഴിൽ ഒരാളുണ്ടായിരുന്നു എന്ന് മുടങ്ങാതെ അത് വിശുദ്ധ ലോറൻസ് ആയിരുന്നു. അത്ര ആഴമായ അടുപ്പമാണ് കാരുണ്യത്തോട് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അതുകൊണ്ട് ഈ ഡീക്കൻ എന്ന നിലയിൽ അഡ്മിനിസ്ട്രേഷൻ്റെ, ഒരു പ്രവിശ്യയുടെ അഡ്മിനിസ്ട്രേഷൻ്റെ ഭരണപരമായ കാര്യങ്ങളിലുള്ള ശ്രദ്ധ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ പ്രത്യേകമായിട്ട് രേഖാ കാര്യാലയം, അത് രേഖാ കാര്യാലയം എന്ന് പറഞ്ഞാൽ ഡോക്യുമെൻറ്റ്സൊക്കെ, ഡോക്യുമെൻറ്റ്സൊക്കെ എഴുതി സൂക്ഷിക്കുന്ന ഉത്തരവാദിത്വം കൂടി ലോറൻസിന് മാർപ്പാപ്പ നൽകി. അപ്പോൾ ഇങ്ങനെയുള്ള ഉത്തരവാദിത്വങ്ങളായിരുന്നു അദ്ദേഹം. വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം റോമിലെങ്ങും അറിയപ്പെടുന്ന വ്യക്തിയായി തീർന്നു. പാവങ്ങളോടുള്ള സ്നേഹം, ദിവ്യകാരുണ്യത്തോടുള്ള ആഴമായ അടുപ്പം, അതുപോലെ രേഖാ കാര്യാലയം സൂക്ഷിക്കുന്നതിൽ, അങ്ങനെ റോമിൽ വളരെ അറിയപ്പെടുന്ന വ്യക്തിയായിത്തീരുന്നു വിശുദ്ധ ലോറൻസ്. പിതാവേ, വിശുദ്ധ ലോറൻസിന്റെ രക്തസാക്ഷിത്വം എങ്ങനെയുള്ളതായിരുന്നു? വിശുദ്ധ ലോറൻസിൻ്റെ രക്തസാക്ഷിത്വം വിശുദ്ധ സിക്സ്റ്റസ് രണ്ടാമൻ മാർപ്പാപ്പയുടെ രക്തസാക്ഷിത്വത്തോടു കൂടി ചേർന്നുള്ളതാണ്. വിശുദ്ധ സിക്സ്റ്റസ് രണ്ടാമൻ മാർപ്പാപ്പ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെയധികം സഭയെ സ്നേഹിക്കുകയും സഭയെ വളർത്തുവാൻ പരിശ്രമിക്കുകയും ചെയ്ത വ്യക്തിയാണ്. AD 253 വലേറിയൻ ചക്രവർത്തി സഭയുടെ സ്ഥാനം ഏറ്റെടുത്തു. വലേറിയൻ ചക്രവർത്തി ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്തു കഴിഞ്ഞ ഉടൻ തന്നെ കടുത്ത മതമർദ്ദനം ആരംഭിച്ചു. മതമർദ്ദനം സ്വല്പം ഒതുങ്ങിയിരുന്നു. എന്നാൽ വലേറിയൻ ചക്രവർത്തിയുടെ കാലത്ത് ഈ മതമർദ്ദനം വളരെ കടുത്തതായി തീർന്നു. 253 മുതൽ 260 വരെയാണ് അദ്ദേഹം ചക്രവർത്തിയായിരുന്നത്. ഈ 53 സ്ഥാനം ഏറ്റെടുത്തപ്പോൾ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിന് വേണ്ടി ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുവാൻ തുടങ്ങി. അങ്ങനെ ആ പേര് പറഞ്ഞിട്ട് എല്ലാ വൈദികരെയും, നേതൃത്വം നൽകിയവരെ എല്ലാവരെയും അറസ്റ്റ് ചെയ്യുവാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ അറസ്റ്റ് ചെയ്തതിൻ്റെ കൂട്ടത്തിൽ സിക്സ്റ്റസ് രണ്ടാമൻ മാർപ്പാപ്പയുണ്ടായിരുന്നു. ഇത് ആർക്ക് സഹിക്കുവാൻ സാധിച്ചില്ല? സ്വാഭാവികമായിട്ടും വിശുദ്ധ ലോറൻസിന് ഉൾക്കൊള്ളാനേ കഴിഞ്ഞില്ല. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ വിശുദ്ധ ലോറൻസും പുറകെ നടന്നു. ഇങ്ങനെ പറഞ്ഞു, പിതാവേ, ഇന്ന് വരെ അങ്ങയോടൊപ്പം ഞാനുണ്ടായിരുന്നു, എന്നെ കൂടാതെ അങ്ങ് ബലിവേദിയിലേക്ക് പോവുകയാണോ, ബലിയർപ്പിക്കാൻ പോവുകയാണോ? അദ്ദേഹം ചോദിച്ചതാണ്. എന്നെ കൂടാതെ ബലിയർപ്പിക്കാൻ പോവുകയാണോ? എന്നെയും കൊണ്ടുപോകൂ, അങ്ങേ എന്നെ പിരിയരുത്, അങ്ങയോടൊപ്പം ഞാൻ എപ്പോഴും ഉണ്ട്. ഇങ്ങനെ സിക്സ്റ്റസ് മാർപ്പാപ്പ, രണ്ടാമൻ മാർപ്പാപ്പയുടെ പുറകെ നടന്ന് അദ്ദേഹത്തോട് നിലവിളിച്ചുകൊണ്ട് പറയുകയാണ്, എന്നെ പിരിഞ്ഞു പോകരുത്, നാം ഒന്നല്ലേ, ദിവ്യബലിയിൽ നാം ഒന്നായതല്ലേ, ഇനി എപ്പോഴാണ് നമ്മൾ കാണുക?
അപ്പോൾ കുറച്ച് ദൂരം ചെന്നപ്പോൾ വിശുദ്ധ സിക്സ്റ്റസ് മാർപ്പാപ്പ, രണ്ടാം മാർപ്പാപ്പ ഇപ്രകാരം പറഞ്ഞു, മകനെ, ഇത് ദൈവത്തിൻ്റെ കൃപയാണ്. രക്തസാക്ഷിത്വം എല്ലാവർക്കും കിട്ടുന്നതല്ല, ദൈവകൃപയുള്ളവർക്കാണ് ഇത് ലഭിക്കുക. ഇപ്പോഴെനിക്കിത് കിട്ടി. ഒരു പ്രവചനം എന്നതുപോലെ സിക്സ്റ്റസ് മാർപ്പാപ്പ ലോറൻസിനോട് പറഞ്ഞു, നിനക്കും അധികം താമസിയാതെ ഇത് ലഭിക്കുമെന്ന്. തുടർന്ന് ഏകദേശം 3 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ, 258 ഏകദേശം 3 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. ഈ സഭയുടെ പൊതുവായിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ എല്ലാം ആർച്ച് ഡീക്കൻ എന്ന നിലയിൽ ലോറൻസിൻ്റെ പക്കലാണെന്നും മാർപ്പാപ്പയെ വധിച്ചെന്നും ഇനി ഇവർക്കുള്ള സ്വത്ത് എല്ലാം കണ്ടുകെട്ടാനും തീരുമാനിച്ചു. എല്ലാം ഖജനാവിലേക്ക് അടയ്ക്കുവാൻ വേണ്ടി ഓർഡർ കൊടുത്തു, ഒരു കൽപ്പന, രാജകൽപ്പന. അപ്പോൾ വിശുദ്ധ ലോറൻസ് പറഞ്ഞു, ഞാൻ എത്രയും വേഗം ഇത് മുഴുവനും നിങ്ങൾക്ക് നൽകാം, പക്ഷേ എനിക്കൊരു 3 ദിവസത്തെ സാവകാശം നൽകണമെന്ന് പറഞ്ഞു. അങ്ങനെ 3 ദിവസത്തെ സാവകാശം നൽകണമെന്ന് പറഞ്ഞ് ഉടൻ തന്നെ വിശുദ്ധ ലോറൻസ് എന്ത് ചെയ്തു എന്ന് അറിയാമോ? നമുക്കെല്ലാം പിഞ്ചെല്ലാവുന്ന മാതൃകയാണ്. വിശുദ്ധ ലോറൻസ് സഭയ്ക്ക് അപ്പോഴുണ്ടായിരുന്ന സ്വത്തുക്കൾ മുഴുവനും പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്ത് ഈ 3 ദിവസത്തിനുള്ളിൽ മുടന്തർ, അന്ധരായിട്ടുള്ള ആളുകൾ, കുഷ്ഠരോഗികൾ, വീടില്ലാത്തവർ, രോഗികളായിട്ടുള്ളവർ, വിഷമിക്കുന്നവർ, വിധവകൾ, ഇങ്ങനെ പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടുള്ള എല്ലാവർക്കുമായിട്ട് അത് വിതരണം ചെയ്തു. 3 ദിവസങ്ങൾക്ക് കഴിഞ്ഞതിന് ശേഷം ഈ ചക്രവർത്തിയുടെ കൊട്ടാരത്തിലേക്ക് ഈ ആളുകളെ മുഴുവനും, ഈ പാവപ്പെട്ട മുഴുവനും ആളുകളെ വിളിച്ചുകൊണ്ട് എന്ന് പറഞ്ഞു. ലോറൻസ് പറഞ്ഞു സാക്ഷ്യമായിട്ട്, ഇതാ എൻ്റെ സ്വത്തുക്കൾ, സഭയുടെ സ്വത്തുക്കൾ ഇതാ, എടുത്തുകൊള്ളൂ. നല്ലൊരു മാതൃകയാണ് അല്ലേ? പാവപ്പെട്ടവർക്ക് മുഴുവൻ കൊടുത്തതിന് ശേഷം പാവപ്പെട്ടവരാണ് സഭയുടെ സ്വത്ത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ കൊണ്ടുവന്നു. ഇത് തന്നെ വഞ്ചിച്ചു എന്ന് ചക്രവർത്തിക്ക് ബോധ്യമായി. ലോറൻസ് വഞ്ചിക്കുകയായിരുന്നു എന്ന് മനസ്സിലായതുകൊണ്ട് വിശുദ്ധ ലോറൻസിനെ വധിക്കുവാനുള്ള കൽപ്പനയാണ് ചക്രവർത്തി പുറപ്പെടുവിച്ചത്. സ്വാഭാവികമായിട്ടും ക്രിസ്ത്യാനികളെ വധിക്കുന്നു, അതോടൊപ്പം ആർഷഡീക്കനായിരുന്ന ലോറൻസിനെയും വധിക്കുകയാണ് ചെയ്യുന്നത്. വിശുദ്ധ ലോറൻസിൻ്റെ രക്തസാക്ഷിത്വം നമുക്ക് കാണാം. ലോറൻസിന്റെ ഭൗതിക ശരീരം ഇരുമ്പ് പലകയുടെ പൊള്ളുന്ന ചൂടിനാൽ വെന്തു നീറിയപ്പോൾ അതിലുപരിയായി ദൈവസ്നേഹ ജ്വാല ഹൃദയത്തിൽ കത്തി നിന്നിരുന്നതിനാൽ സഹനം ദേഹത്തിന് വേദനയായിരുന്നില്ല എന്നാണ് വിശുദ്ധ അംബ്രോസ് വിശുദ്ധ ലോറൻസിന്റെ രക്തസാക്ഷിത്വത്തെക്കുറിച്ച് പറഞ്ഞത്. വളരെ മഹത്തരമായിരുന്നു അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വം. മരണം വരിക്കുന്നതിന് മുമ്പ് തടവറയിലായിരുന്നപ്പോഴും അദ്ദേഹം പലരെയും മാനസാന്തരത്തിലേക്ക് നയിച്ചു. മരണത്തിന് മുന്നിൽ പതറാതെ നിന്ന അദ്ദേഹത്തിന്റെ ധീരതയും തീക്ഷ്ണതയും അനേകരെ വിശ്വാസത്തിൽ ബലപ്പെടുത്തി. ജീവിതം കൊണ്ട് എന്നതിനേക്കാൾ മരണം കൊണ്ട് അദ്ദേഹം ഏറെ പേരെ ക്രിസ്തുവിലേക്ക് ആകർഷിച്ചു. വിശുദ്ധ ലോറൻസിന്റെ രക്തസാക്ഷിത്വത്തോടെ റോമിലെ വിഗ്രഹാരാധനയ്ക്ക് അന്ത്യം ആരംഭിച്ചു എന്ന് ചരിത്രകാരന്മാർ സാക്ഷ്യപ്പെടുത്തുന്നു. വിശുദ്ധ ലോറൻസ് പലകയിൽ കിടന്ന് വിളിച്ചു പറഞ്ഞു, പിതാവായ ദൈവമേ, ഇതുപോലൊരു അനുഗ്രഹം നീ എനിക്ക് നൽകിയല്ലോ. ചുട്ടുപൊള്ളുക, വേഗുക. അന്നേരം പറയുകയാണ്, ഇതുപോലൊരു അനുഗ്രഹം നീ എനിക്ക് നൽകിയല്ലോ. എൻ്റെ യേശുവിനെ പോലെ പീഡ സഹിക്കുവാനുള്ള അനുഗ്രഹം നീ നൽകിയല്ലോ. പിതാവായ ദൈവമേ, നിനക്ക് ഞാൻ നന്ദി പറയുന്നു. അതാണ് രക്തസാക്ഷികളുടെ കരുത്ത്, അവരുടെ ആത്മീയ ശക്തി അതാണ്. വിശുദ്ധൻ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഒരു ഭാഗം വെന്ത് കഴിഞ്ഞു, ഇനി എന്നെ മറിച്ചിടുക, മറുഭാഗം കൂടി വേകട്ടെ. എന്തൊരു ധീരതയാണ് വിശുദ്ധനുണ്ടായിരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. കണ്ടു നിന്നവർ നിലവിളിക്കുന്നുണ്ടായിരുന്നു, വിശ്വാസ സമൂഹം. വിശുദ്ധ അംബ്രോസ്, വിശുദ്ധ അഗസ്തീനോസ് വിശുദ്ധ ലോറൻസിൻ്റെ ഈ രക്തസാക്ഷിത്വത്തെ സൂചിപ്പിച്ചുകൊണ്ട് ഇപ്രകാരം പറയുന്നുണ്ട്, ഈശോയോടുള്ള സ്നേഹത്തിൻ്റെ സ്നേഹാഗ്നി അദ്ദേഹത്തിൽ കത്തിയപ്പോൾ കൽക്കരിയുടെ ചൂട് നിസ്സാരമായിട്ട് അദ്ദേഹത്തിന് അനുഭവിച്ചുള്ളൂ, മനസ്സിലായുള്ളൂ എന്ന്. അത് വലിയൊരു സാക്ഷ്യമാണ് ആ സഭാപിതാക്കന്മാർ നൽകുന്നത്. ദൈവസ്നേഹാഗ്നിയിൽ കത്തിയപ്പോൾ കൽക്കരിയുടെ ചൂട് അറിഞ്ഞതേയില്ല. വിശുദ്ധ അൽഫോൻസയൊക്കെ അങ്ങനെയല്ലേ, ഈശോയോടുള്ള സ്നേഹത്താൽ ജ്വലിച്ചപ്പോൾ രോഗങ്ങളുടെ പീഡകൾ നിസ്സാരമായിട്ട് കണക്കാക്കിയെന്ന് അനുഭവിച്ചു എന്ന് പറയുക. ഇവിടെ വിശുദ്ധ ലോറൻസ് വളരെ
വേദന സഹിച്ച് മരിച്ച് രക്തസാക്ഷിയായി തീരുകയാണ് ചെയ്യുന്നത്. വിശുദ്ധൻ്റെ ജീവിതം അവിടെ വെന്തുരുകി അവിടെ ഇല്ലാതാകുമ്പോൾ ഈശോയുടെ സ്നേഹത്തിൽ വെന്തുരുകിയ ഒരു വിശ്വാസത്തിൻ്റെ ശക്തി ആണ് നമുക്ക് വെളിപ്പെടുത്തി കിട്ടുക. പിതാവേ, വിശുദ്ധ ലോറൻസിന്റെ രക്തസാക്ഷിത്വം വളരെ മഹത്തരമായിരുന്നതായി കേട്ടിട്ടുണ്ടല്ലോ. അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വം എങ്ങനെയാണ് സഭയെ സ്വാധീനിച്ചത്? വിശുദ്ധരും ചരിത്രകാരന്മാരും എല്ലാം രേഖപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് കൊച്ചു ചോദിച്ചത്. വിശുദ്ധൻ്റെ രക്തസാക്ഷിത്വം എന്ത് നന്മയാണ് സഭയ്ക്ക് കൊണ്ടുവരുന്നത് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമാണ് വിശുദ്ധ ലോറൻസിൻ്റെ രക്തസാക്ഷിത്വം. അതായത് രക്തസാക്ഷികൾ ജീവൻ സമർപ്പിക്കുമ്പോൾ എന്ത് ശക്തി, കരുത്ത്, വളർച്ച സഭയ്ക്ക് കിട്ടും. ചരിത്രകാരന്മാർ ഒരുപോലെ സാക്ഷിക്കുന്നതാണ്. വിശുദ്ധൻ തൻ്റെ മരണക്കിടക്കയിലായിരുന്നപ്പോൾ ഈ ഇരുമ്പ് പലകയിൽ ചുട്ടുപൊള്ളുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിച്ചു: പിതാവായ ദൈവമേ, എൻ്റെ ആത്മാവിനെ നിൻ്റെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ ഈ പീഡനം ഈ റോമിൻ്റെ മാനസാന്തരത്തിന് വേണ്ടി ഞാൻ കാഴ്ചവെക്കുന്നു. ഈ നിലവിളിയെ പ്രാർത്ഥന ദൈവസന്നിധിയിലെത്തി. ലോറൻസിൻ്റെ ധീരമായിട്ടുള്ള രക്തസാക്ഷിത്വം കണ്ടു നിന്ന ധാരാളം ആളുകൾക്ക് മാനസാന്തരത്തിലേക്ക് ഒരു ക്ഷണമായിരുന്നു അതിലേക്ക്. അവർ മാനസാന്തരപ്പെട്ടു. വിഗ്രഹാരാധന പതുക്കെ പതുക്കെ അപ്രത്യക്ഷമായി. കോൺസ്റ്റന്റൈൻ ചക്രവർത്തി 313 സ്വാതന്ത്ര്യം നൽകുന്നുണ്ടല്ലോ. വളരെ ഇത് 258 സംഭവിക്കുന്നത്. വളരെ തൊട്ട് വർഷങ്ങളിൽ തന്നെ റോമിലുള്ളവർ ധാരാളം ആളുകൾ ക്രിസ്ത്യാനികളായി തീർന്നു. വിഗ്രഹാരാധന അപ്രത്യക്ഷമായി തീർന്നു. മതമർദ്ദനം അവസാനിക്കുകയാണ്. അപ്പോൾ ഒരു രക്തസാക്ഷിയുടെ ജീവിതം സഭയിൽ ആയിരക്കണക്കിന് വിശ്വാസികളെ ജന്മം നൽകുവാൻ സഹായിച്ചു. അത് വലിയൊരു പാഠമാണ് നമുക്ക് നൽകുന്നത്. ആദിമസഭയുടെ വളർച്ചയുടെ നാളുകളിൽ വിശുദ്ധ ലോറൻസിന്റെ സാന്നിധ്യവും സാക്ഷ്യവും സഭാംഗങ്ങൾക്ക് വലിയ ശക്തി പകർന്നു. അദ്ദേഹത്തിന്റെ ജീവിത മാതൃകയും നേതൃത്വവും ഒട്ടേറെ പേരെ ക്രിസ്തുവിലേക്കും അവിടുത്തെ സ്വന്തം സമൂഹമായ തിരുസഭയിലേക്കും ചേർത്തു നിർത്തി. അദ്ദേഹത്തെ പോലെ കളങ്കമില്ലാത്ത തീക്ഷ്ണതയൊറ്റ നേതൃത്വം ദൈവരാജ്യ സംസ്ഥാപനത്തിന് അനിവാര്യമാണെന്ന ബോധ്യം നമുക്കുണ്ടാകേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. ആ മഹാനായ രക്തസാക്ഷിയുടെ ജീവിതം സഭയോട് ചേർന്ന് നിൽക്കുവാൻ അനേകർക്ക് പ്രചോദനം പകരട്ടെ. വിശുദ്ധ ലോറൻസ് നമ്മെ അത്ഭുതപ്പെടുത്തുന്ന വലിയൊരു വിശുദ്ധൻ. തൻ്റെ ജീവിതം കൊണ്ട് എപ്രകാരം സഭയെ വളർത്തുവാൻ സാധിക്കുമെന്ന് നമ്മെ ഓരോരുത്തരെയും പഠിപ്പിക്കുകയാണ് രക്തസാക്ഷിയുടെ ജീവിതം. വിശുദ്ധ കുർബാനയോടുള്ള ആഴമായ സ്നേഹം, ആ സ്നേഹം അഹ്റോൻ്റെ തലയിലെ തൈലം പോലെ വിളിമ്പിലൂടെ ഒഴുകിയിറങ്ങുന്നതാണ്. അത് പാവങ്ങളിലേക്ക് എത്തിച്ചേർന്നു. പാവങ്ങളെക്കുറിച്ചുള്ള ചിന്ത, പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ജീവിതം വിശുദ്ധ ലോറൻസിൽ എപ്പോഴും ഉണ്ടായിരുന്നു. ദിവ്യകാരുണ്യത്തോടുള്ള ആഴമായ സ്നേഹവും ഭക്തിയും പാവങ്ങളിലേക്ക് എത്തിയപ്പോൾ വിശുദ്ധന് ധീരതയോടുകൂടി രക്തസാക്ഷിത്വം ഏറ്റെടുക്കുവാൻ സാധിച്ചു. വിശുദ്ധൻ്റെ ധീരോദാത്തമായ മരണം സഭയിൽ, റോമിൽ ആദിമസഭയിൽ മതമർദ്ദനം അവസാനിക്കുന്നതിന് കാരണമായി, അതിന് നിദാനമായി തീർന്നു. പ്രിയപ്പെട്ടവരെ, രക്തസാക്ഷിത്വം ഒരുപക്ഷെ രക്തം ചിന്തിയുള്ളതായിരിക്കുകയില്ല. നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മെ വേദനിപ്പിക്കുമ്പോൾ, രോഗങ്ങൾ നമ്മെ വിഷമിപ്പിക്കുമ്പോൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാകുമ്പോൾ, നമ്മെപ്പറ്റി അനാവശ്യമായ കുറ്റാരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രലോഭനങ്ങൾ നമ്മെ കീഴടക്കുവാൻ പരിശ്രമിക്കുമ്പോൾ നാം മാനസികമായി തളരരുത്. അതൊരു രക്തസാക്ഷിത്വമാണ്. ഈശോയോടുള്ള സ്നേഹമുള്ളവർക്ക് മാത്രമേ ആ രക്തസാക്ഷിത്വം ഏറ്റെടുക്കാൻ കഴിയൂ, ധീരതയോടെ പ്രതിരോധിക്കാൻ കഴിയൂ. വിശുദ്ധ ലോറൻസ് തൻ്റെ പീഡകളെ ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി ഏറ്റെടുത്തതുപോലെ നമ്മെ ക്ഷണിക്കുകയാണ് ഈ വലിയ രക്തസാക്ഷി. നമുക്ക് ദിവ്യകാരുണ്യത്തെ സ്നേഹിക്കാം. ആ സ്നേഹം പാവപ്പെട്ടവരിലേക്ക് എത്തട്ടെ. ആ സ്നേഹം അവിടത്തേക്ക് വേണ്ടി അനുദിന ജീവിതത്തിൽ രക്തസാക്ഷികളാകുവാൻ കരുത്ത്, ശക്തി നമുക്ക് ലഭിക്കട്ടെ. നടന്നു നീങ്ങണം, പറന്നുയരണം, സത്യം
നമ്മെ സ്വതന്ത്രമാക്കണം. നടന്നു നീങ്ങണം, പറന്നുയരണം, സത്യം നമ്മെ സ്വതന്ത്രമാക്കണം. സഭയെങ്ങും വളരണം, വചനമൊഴുകണം, ലോകമെങ്ങും ശാന്തി പകരണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. നടന്നു നീങ്ങണം, പറന്നുയരണം, സത്യം നമ്മെ സ്വതന്ത്രമാക്കണം.